പാകിസ്ഥാനിൽ നിന്നും നാടുകടത്തപ്പെട്ട അഫ്ഗാനികളിൽ ക്രിസ്ത്യാനികളും ആശങ്ക ഉയരുന്നു. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ ഏകദേശം 10 ലക്ഷം അഫ്ഗാനിസ്ഥാനികളെ പുറത്താക്കി. അവരിൽ ഭൂരിഭാഗവും അനധികൃത കുടിയേറ്റക്കാരോ അഭയാർത്ഥികളോ ആയിരുന്നു. ഇവരിൽ ഇസ്ലാം മതത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടുവന്ന നല്ലൊരു വിഭാഗം ക്രൈസ്തവരുമുണ്ടെന്നും അവരുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടെന്നും അന്താരാഷ്ട്ര പീഡന വിരുദ്ധ ക്രിസ്ത്യൻ സംഘടനയായ ഓപ്പൺ ഡോർസ് മുന്നറിയിപ്പ് നൽകി. പുറത്താക്കിയവരിൽ പലരും താലിബാനുമായോ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുമായോ അല്ലെങ്കിൽ സ്ഥിരം കുറ്റകൃത്യങ്ങളുമായോ ഉൾപ്പെട്ടവരുണ്ട്. അയൽരാജ്യമായ ഇറാനും സമാനമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിന്നും പുറത്താക്കപ്പെട്ട ക്രിസ്ത്യാനികൾ താലിബാന് ഭരണമുള്ള ഒരു രാജ്യത്തേക്ക് തിരിച്ചെത്തിയാൽ അവരുടെ ജീവിതം മാരകമായ പ്രതിസന്ധികളെയായിരിക്കും നേരിടുക. ഇസ്ലാമിൽ നിന്നും മതം മാറിയാൽ രാജ്യത്ത് വധശിക്ഷയാണ് നിയമം. അനാഥരായ സ്ത്രീകളോ പെൺകുട്ടികളോ ഒറ്റയ്ക്കാകുവാൻ പാടില്ല. അതിനാൽ ഒരു മുസ്ലിമിനെ നിർബന്ധമായും വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. വിശ്വാസത്തിന്റെ പേരിൽ പുരുഷന്മാരും പീഡനവും മരണവും നേരിടുന്നു. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ ഏകദേശം 10 ലക്ഷം അഫ്ഗാനിസ്ഥാനികളെ പുറത്താക്കി. അവരിൽ ഭൂരിഭാഗവും അനധികൃത കുടിയേറ്റക്കാരോ അഭയാർത്ഥികളോ ആയിരുന്നു. ഇവരിൽ ഇസ്ലാം മതത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടുവന്ന നല്ലൊരു വിഭാഗം ക്രൈസ്തവരുമുണ്ടെന്നും അവരുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടെന്നും അന്താരാഷ്ട്ര പീഡന വിരുദ്ധ ക്രിസ്ത്യൻ സംഘടനയായ ഓപ്പൺ ഡോർസ് മുന്നറിയിപ്പ് നൽകി. പുറത്താക്കിയവരിൽ പലരും താലിബാനുമായോ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുമായോ അല്ലെങ്കിൽ സ്ഥിരം കുറ്റകൃത്യങ്ങളുമായോ ഉൾപ്പെട്ടവരുണ്ട്. അയൽരാജ്യമായ ഇറാനും സമാനമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിന്നും പുറത്താക്കപ്പെട്ട ക്രിസ്ത്യാനികൾ താലിബാന് ഭരണമുള്ള ഒരു രാജ്യത്തേക്ക് തിരിച്ചെത്തിയാൽ അവരുടെ ജീവിതം മാരകമായ പ്രതിസന്ധികളെയായിരിക്കും നേരിടുക. ഇസ്ലാമിൽ നിന്നും മതം മാറിയാൽ രാജ്യത്ത് വധശിക്ഷയാണ് നിയമം. അനാഥരായ സ്ത്രീകളോ പെൺകുട്ടികളോ ഒറ്റയ്ക്കാകുവാൻ പാടില്ല. അതിനാൽ ഒരു മുസ്ലിമിനെ നിർബന്ധമായും വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. വിശ്വാസത്തിന്റെ പേരിൽ പുരുഷന്മാരും പീഡനവും മരണവും നേരിടുന്നു.